ഇൻഡസ്ട്രിയൽ ഹൈഡ്രോളിക്സ് എന്ന സബ്ജക്റ്റിന്റെ മൊഡ്യൂൾ 1 പാർട്ട് 1 വീഡിയോ ആണിത്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻഡെപ്ത് ആയിട്ട് ഫ്ലൂയിഡ് പവർ സിസ്റ്റത്തിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒന്നാമത്തത് സിസ്റ്റം എന്തോന്നാണ്. സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഇന്റർ കണക്റ്റഡ് കോമ്പൗണ്ട്സ് ആണ്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫംഗ്ഷനോ അഥവാ ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാനോ ആണ് നമ്മൾ സിസ്റ്റം ഉപയോഗിക്കുന്നത്. വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഇൻപുട്ട് കൊടുത്ത് ഒരു ഔട്ട്പുട്ട് ആയിട്ട് കിട്ടണം. ഈ ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടാൻ വേണ്ടി ഒരുപാട് ഗ്രൂപ്പ് ഓഫ് ഇന്റർ കണക്റ്റഡ് ഉള്ള കമ്പോണൻസ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സിസ്റ്റം എന്ന് പറയുന്നത്. സോ അടുത്ത വന്നിട്ട് പവർ സിസ്റ്റം ആണ്. എന്താണ് പവർ സിസ്റ്റം? പവർ സിസ്റ്റം എന്ന് വെച്ചാൽ നമുക്ക് ഒരു വർക്ക് നടത്താൻ ആവശ്യമായിട്ടുള്ള എനർജിയെ പ്രൊവൈഡ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഉള്ള ഒരു സെറ്റപ്പിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പവർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ പവറിനെ ജനറേറ്റ് ചെയ്യും, അതേപോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്യും, അതേപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള മെഷീൻ റൺ ചെയ്യാൻ വേണ്ടി ഡിവൈസിലോട്ട് യൂസ് ചെയ്യുകയും ചെയ്യും. ഇതും ഈ ഒരു സിസ്റ്റത്തിന്റെ ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ ഇൻപുട്ട് പവർ കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഔട്ട്പുട്ട് പവർ ആയിട്ട് കിട്ടണം. അപ്പം ഈ ഇൻപുട്ട് പവറിൽ നിന്ന് ഔട്ട്പുട്ട് പവറിലോട്ട് കിട്ടാൻ വേണ്ടി ഒരുപാട് ഗ്രൂപ്പ് ഓഫ് ഇന്റർ കണക്റ്റഡ് കമ്പോണന്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇവിടെ ഈ ഇൻപുട്ട് പവറിൽ നിന്ന് ഔട്ട്പുട്ട് പവറിലോട്ട് പോകുന്നത്. സോ ഇതിനെയാണ് നമ്മളെന്ന് പറയുന്നത് പവർ സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തത് ഫ്ലൂയിഡ് പവർ സിസ്റ്റം ആണ്. അപ്പം ഈ ഫ്ലൂയിഡ് പവർ സിസ്റ്റത്തിലോട്ട് പോകുന്നതിന് മുമ്പേ നമ്മൾ ആക്ച്വേറ്റർ എന്തുകൊണ്ടെന്ന് അറിഞ്ഞിരിക്കണം. അപ്പം ആക്ച്വേറ്റർ എന്ന് വെച്ചാൽ ഒരു മെക്കാനിക്കൽ കോമ്പൗണ്ട് ആണ്. ഇതെന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഒരു എനർജി സോഴ്സിനെ മെക്കാനിക്കൽ മോഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു മെക്കാനിക്കൽ കമ്പോണന്റാണ് നമ്മളെന്ന് പറയുന്നത് ആക്ച്വേറ്റർ എന്ന് പറയുന്നത്. ഇപ്പം ഇലക്ട്രിക്കൽ അഥവാ അല്ലെങ്കിൽ ഹൈഡ്രോളിക് അല്ലെങ്കിൽ ന്യൂമാറ്റിക് പവറിനെ എന്തുവാണ് ഒരു മെക്കാനിക്കൽ മോഷനായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കണം. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആക്ച്വേറ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഫ്ലൂയിഡ് പവർ സിസ്റ്റം ആണ്. സോ ഫ്ലൂയിഡ് പവർ സിസ്റ്റം എന്ന് പറയുന്നത് it is a type of power system that uses fluid like oils or air to transmit and control energy. ഒരു എനർജിയെ ട്രാൻസ്മിറ്റ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ എന്തുപയോഗിച്ച്, ഓയിലോ എയറോ ഉപയോഗിച്ച് നമ്മുടെ ഈ എനർജിയെ ട്രാൻസ്മിറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു പവർ സിസ്റ്റമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫ്ലൂയിഡ് പവർ സിസ്റ്റം. ഇതിൽ പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ്സ് ആയിരിക്കും ഈ ഫ്ലൂയിഡ് പവർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ഇലക്ട്രിസിറ്റി ഓർ മെക്കാനിക്കൽ പാർട്സ് എലോൺ ഇറ്റ് യൂസസ് പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ് ടു മൂവ് ആക്ച്വേറ്റർ. ഈ ആക്ച്വേറ്റർ മൂവ് ചെയ്യാൻ വേണ്ടി ഇലക്ട്രിസിറ്റിയുടെയും മെക്കാനിക്കൽ പാർട്സിന്റെയും കൂടെ ഒരു പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ് കൂടി നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് മെയിൻ പോയിന്റ്. ഇതാണ് പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഇവിടെ ഈ ആക്ച്വേറ്റർ മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതെന്ത് ചെയ്യും? ഈ നമ്മൾ ഈ പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു സിസ്റ്റത്തിലോട്ട് ദിസ് അലോ സിസ്റ്റം ടു ക്രിയേറ്റ് ലാർജ് ഫോഴ്സ് വിത്ത് സ്മൂത്ത് ആൻഡ് പ്രിസൈസ് കൺട്രോൾ. ഒരു ലാർജ് ഫോഴ്സ് എന്ന് വെച്ചാൽ ചെറിയൊരു ഫോഴ്സ് കൊടുക്കുമ്പം തന്നെ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് വളരെ സ്മൂത്ത് ആയിട്ടുള്ള പ്രിസൈസ് കൺട്രോൾ ആയിട്ടുള്ള ഒരു ലാർജ് ഫോഴ്സ് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും. ഫ്ലൂയിഡ് പവർ സിസ്റ്റത്തിന്റെ സിമ്പിൾ ഡെഫിനിഷൻ എന്താണ്? ഫ്ലൂയിഡ് പവർ സിസ്റ്റം യൂസ് ഫ്ലൂയിഡ് പ്രഷർ ടു ഡു യൂസ്ഫുൾ വർക്ക്. എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു വർക്കിനെ ഈ ഫ്ലൂയിഡിന്റെ പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് കൺവേർട്ട് ചെയ്തെടുക്കുന്ന ഒരു സിസ്റ്റത്തിനാണ് നമ്മളെന്ന് പറയുന്നത് ഫ്ലൂയിഡ് പവർ സിസ്റ്റം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ലിഫ്റ്റിംഗ്, പുഷിംഗ്, റൊട്ടേറ്റ് ഇതേപോലത്തുള്ള മോഷൻസിനെ എല്ലാം നമുക്ക് ഈ ഫ്ലൂയിഡിന്റെ പ്രഷറിന്റെ സഹായത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ്ഫുൾ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പവർ സിസ്റ്റത്തിന്റെ 3 ടൈപ്സ് ആണ്. ഒന്ന് മെക്കാനിക്കൽ പവർ സിസ്റ്റം ഉണ്ട്, 2 ഇലക്ട്രിക്കൽ, ഫ്ലൂയിഡ്, മൂന്നാമത്തത് ഫ്ലൂയിഡ് പവർ സിസ്റ്റം. ഇതാണ് നമ്മുടെ ഈ ടോപ്പിക് തന്നെ. ഇനി അടുത്ത വീഡിയോ തൊട്ട് നമ്മളെല്ലാം കവർ ചെയ്യാൻ പോണത് ഈ ഫ്ലൂയിഡ് പവർ സിസ്റ്റം ആയിരിക്കും. സോ ഇത് ജസ്റ്റ് ഒരു ഐഡിയ ഈ മെക്കാനിക്കലിന്റെ ഇലക്ട്രിക്കൽ ഞാൻ പറഞ്ഞുതരാം. സോ മെക്കാനിക്കൽ പവർ സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മൾ യൂസ് മെക്കാനിക്കൽ എലമെന്റ്സ് ടു ട്രാൻസ്മിറ്റ് ആൻഡ് ട്രാൻസ്ഫർ ദ പവർ. പവറിനെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? മെക്കാനിക്കൽ എലമെന്റ്സ് ആണ് നമ്മൾ ഇവിടെ മെക്കാനിക്കൽ പവർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. അടുത്ത പവർ സിസ്റ്റം എന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ പവർ സിസ്റ്റം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ പവർ പ്ലാന്റിൽ നിന്ന് നമ്മൾ എന്തുവാണ് ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്തിട്ട് അത് കൺസ്യൂമേഴ്സിന് എത്തിക്കണം. ഈ ഒരു ഇത്രയും വലിയൊരു പ്രോസസ്സിന് നമ്മൾ എന്ത് പറയുന്നത്, ആ ഒരു സിസ്റ്റത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഈ ഇലക്ട്രിക്കൽ പവർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഈ ഫ്ലൂയിഡ് പവർ സിസ്റ്റം അടുത്ത വീഡിയോ ഇട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഒരു ഈ 3 സിസ്റ്റത്തിന്റെയും പവർ ട്രാൻസ്മിഷന്റെ ഒരു കമ്പാരിസൺ ആണ് അടുത്തത്. ആദ്യത്തത് മെക്കാനിക്കൽ പവർ ട്രാൻസ്മിഷൻ, രണ്ടാമത്തത് ഇലക്ട്രിക്കൽ പവർ ട്രാൻസ്മിഷൻ, മൂന്നാമത്തത് ഫ്ലൂയിഡ് പവർ ട്രാൻസ്മിഷൻ. അപ്പൊ ഈ മെക്കാനിക്കൽ പവർ ട്രാൻസ്മിഷൻ എന്തൊക്കെയാണുള്ളത്? യൂസസ് ഗിയർ, ബെൽറ്റ്, ചെയിൻ, ഷാഫ്റ്റ് ഓർ ലിങ്കേജ് ടു ട്രാൻസ്മിറ്റ് പവർ. പവറിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കും? ഗിയേഴ്സ് ഉപയോഗിക്കും, ബെൽറ്റ് ഉപയോഗിക്കും, ചെയിൻ ഉപയോഗിക്കും, ഷാഫ്റ്റ് ഉപയോഗിക്കും, ലിങ്കേജ് ഉപയോഗിക്കും. ഇതെല്ലാം കൂടെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്തോ ചെയ്യുന്നത്? പവറിനെ ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത്.
അടുത്തത് പവർ ഈസ് ട്രാൻസ്ഫേർഡ് ത്രൂ ഫിസിക്കൽ കോൺടാക്ട് ബിറ്റ്വീൻ കമ്പോണൻസ്. ഇതിൽ എന്താണ്, നമ്മുടെ കോമ്പോണൻസ് തമ്മിൽ ഒരു ഫിസിക്കൽ കോൺടാക്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ മെക്കാനിക്കൽ പവർ ട്രാൻസ്മിഷൻ പോസിബിൾ ആയിട്ട് നടക്കത്തുള്ളൂ. അടുത്തത് എഫക്റ്റീവ് ഫോർ ഷോർട്ട് ഡിസ്റ്റൻസ്. ഈ മെക്കാനിക്കൽ പവർ ട്രാൻസ്മിഷൻ എന്തുവാണ്, ഷോർട്ട് ഡിസ്റ്റൻസിന് വളരെ എഫക്റ്റീവ് ആണ്. പക്ഷേ ഒരു ലോങ് ഡിസ്റ്റൻസിന് നമുക്ക് ഒട്ടും എഫക്റ്റീവ് അല്ല. കാരണം ഫ്രിക്ഷൻ കാരണം, മിസ്അലൈൻമെന്റ് കാരണവും നമുക്ക് എന്തുവാണ്, എഫിഷ്യൻസി ലോസ് ആവും. എഫിഷ്യന്റ് അല്ല, ഒട്ടും എഫിഷ്യന്റ് അല്ല ഈ ലോങ് ഡിസ്റ്റൻസ് പവർ ട്രാൻസ്മിഷന് വേണ്ടി. ഇത് എവിടേക്കാണ് ഉപയോഗിക്കുന്നത്, മെക്കാനിക്കൽ പവർ ട്രാൻസ്മിഷൻ ഉപയോഗിക്കുന്നത് മെഷീൻസിൽ, വെഹിക്കിൾസിൽ, ഗിയർ ഡ്രൈവ് സിസ്റ്റത്തിൽ, ഇതിൽ മൂന്നിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ മെക്കാനിക്കൽ പവർ ട്രാൻസ്മിഷൻ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് വന്നിട്ട് ഇലക്ട്രിക്കൽ പവർ ട്രാൻസ്മിഷൻ ആണ്. ഈ ഇലക്ട്രിക്കൽ പവർ ട്രാൻസ്മിഷൻ എന്ന് വെച്ചാൽ നമുക്കിപ്പം എല്ലാവർക്കും അറിയുന്ന, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ യൂസസ് ഇലക്ട്രിക്കൽ എനർജി ക്യാരിഡ് ത്രൂ എ വയേഴ്സ് ഓർ കേബിൾ. ഇതെന്ന് പറയുന്നത് വയേഴ്സും കേബിളും ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിക്കൽ എനർജിയെ ക്യാരി ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതാണ് ഇലക്ട്രിക്കൽ പവർ സിസ്റ്റം. ആ ഒരു ട്രാൻസ്മിഷൻ ആണ് ഈ ഒരു നടക്കുന്നത് ഇവിടെ. ട്രാൻസ്മിഷൻ ചെയ്യാൻ വേണ്ടി മിനിമം ലോസ് കോഡ് കൂടി വലിയ ഡിസ്റ്റൻസിൽ പവർ ട്രാൻസ്മിഷൻ നടത്താൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഇലക്ട്രിക്കൽ പവർ ട്രാൻസ്മിഷന്റെ മെയിൻ ഫീച്ചർ തന്നെ ഇതാണ്. സോ അടുത്തത് ഇറ്റ് അലോസ് ഈസി കൺട്രോൾ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ. പവറിനെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാനും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനും നമുക്ക് ഇലക്ട്രിക്കൽ പവർ ട്രാൻസ്മിഷനിൽ സാധിക്കും. അടുത്തത് എവിടേക്കാണ് ഉപയോഗിക്കുന്നത്, ഇതിന്റെ ആപ്ലിക്കേഷൻ ആണ് ഈ ഒരു ബോക്സിലുള്ള ഇതിന്റെ ആപ്ലിക്കേഷൻ ആണ്. സോ ഇതിൽ ഇൻഡസ്ട്രീസിൽ, ഹോംസിൽ, ഇലക്ട്രിക്കൽ മോട്ടോഴ്സിൽ, അടുത്തത് ഓട്ടോമേഷൻ സിസ്റ്റം, ഇവിടെ എല്ലാം ഈ ഇലക്ട്രിക്കൽ പവർ ട്രാൻസ്മിഷൻ ആണ് നടക്കുന്നത്. സോ അടുത്തത് ഫ്ലൂയിഡ് പവർ ട്രാൻസ്മിഷൻ. ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇനി എല്ലാം ഫുള്ളായിട്ട് നോക്കാൻ പോണത്. ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കാണ്. സോ ഇതിൽ എന്താണ്, യൂസ് പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ്സ്. ഇപ്പം ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഈ ഒരു വാക്ക് ഒരിക്കലും മറക്കരുത്. ഓക്കെ, എന്തുവാണ് പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ്സ്? യൂസ് പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ്സ് ടു ട്രാൻസ്മിറ്റ് ആൻഡ് കൺട്രോൾ പവർ. ഇപ്പം പവറിനെ കൺട്രോൾ ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനും നമ്മൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നത്, ഈ പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ് ആണ് പവറിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഉപയോഗിക്കുന്നത്. അടുത്ത വന്നിട്ട് ക്യാൻ പ്രൊഡ്യൂസ് ഹൈ ഫോഴ്സ് ഓർ ടോർക്ക് ഇൻ എ സ്മാൾ ആൻഡ് കോമ്പാക്ട് സിസ്റ്റം. സ്മാൾ ആയിട്ടുള്ള കോമ്പാക്ട് സിസ്റ്റത്തിലും നമുക്ക് എന്തുവാണ്, ഒരു ഹൈ ഫോഴ്സ് അഥവാ ടോർക്കിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. അടുത്ത വന്നിട്ട് അലോ സ്മൂത്ത് പ്രിസൈസ് കൺട്രോൾ ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഇൻ കോമ്പോണന്റ് പ്ലേസ്മെന്റ്. അടുത്ത വന്നിട്ട് ഇതിന്റെ എവിടേക്കാണ് ആപ്ലിക്കേഷൻ ആണ്. ഒന്നാമത് കൺസ്ട്രക്ഷൻ മെഷീൻസ്. ഇപ്പോൾ നമ്മൾ ബുൾഡോസർ ഒക്കെ ഉണ്ടല്ലോ, ബുൾഡോസർ, പിന്നെ എക്സ്കവേറ്റർ, അതൊക്കെ ഈ ഫ്ലൂയിഡ് പവർ ട്രാൻസ്മിഷൻ ആണ് അവിടെ നടക്കുന്നത്. പിന്നെ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ, പിന്നെ അതേപോലെ തന്നെ മാനുഫാക്ചറിങ്, ഇത്രയും ഇൻഡസ്ട്രീസിൽ ആണ് ഈ ഫ്ലൂയിഡ് പവർ ട്രാൻസ്മിഷൻ നടക്കുന്നത്. സോ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസാണ് വരുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. ഓക്കെ, താങ്ക് യു.